പുലരി നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു. കർത്താവേ, നിൻ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു. മനുജകുലത്തിൻ ബാലകനെ വിനയമുടങ്ങേ വാഴ്ത്തുന്നു. കൃപയും ശാന്തി അനുഗ്രഹവും പാപപ്പൊരുതിയും അരുളണമേ. അനുതാപത്താൽ എന്നയനം നനയെന്നെങ്കിലും അനുനിമിഷം പെരുകി വരുന്നു പാപങ്ങൾ. കരുണക്കടലേക്ക് അനിയണമേ. കരളിൽ നിരാശ നിരക്കരുതേ. കൃപയുടെ വാതിലടയ്ക്കരുതേ. കാക്കും കയ്യിൽ വലിക്കരുതേ. കരുണ വെടിഞ്ഞു വിധിക്കരുതേ. പുതിയ ദിനത്തിൻ പാതകളിൽ പാപികൾ ഞങ്ങളിറങ്ങുന്നു. വിനകളിൽ വീഴാതെ കിലേശ കൈകൾ പിടിച്ചു നടത്തണമേ. കണ്ണുകൾ നിന്നിലുറപ്പിച്ചൻ ദിനകൃത്യങ്ങൾ തുടങ്ങുന്നേൻ. വീഴാതെ നയിക്കണമേ. വിജയാനുഗ്രഹമേക്കണമേ. നാഥാ, നിൻ സുവിശേഷത്തിൻ പാരമിടുങ്ങിയ പാതകളിൽ സിദ്ധന്മാരുടെ കാൽപ്പാടിൽ തെറ്റാതെ നയിക്കണമേ. ദൈവപിതാവിൻ സൗഹൃദവും സുധനുടെ കൃപയും അനുഗ്രഹവും ദൈവാത്മാവിൻ പ്രീതിയുമൻ വഴിയിൽ വിശുദ്ധി വിരിക്കട്ടെ. പ്രാർത്ഥിക്കാൻ സ്മാനം. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്കുള്ള നന്ദി പറയുകയും ചെയ്യുന്നു. പുതിയ ദിവസവും പുതിയ പ്രഭാതം തന്ന കർത്താവേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഈ പ്രഭാതത്തിൽ ഉണർന്നിരുന്ന് സർവശക്തനായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഈ പുതിയ ദിവസത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഈശോയോട് തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. പുതിയ ദിവസം തന്ന കർത്താവിനെ ആരാധിക്കുന്നു. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷമുള്ള ഞങ്ങളുടെ ജീവിതം മുഴുവനും കർത്താവായ യേശുവിൻ്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. ഈശോയുടെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിലും ഭവനത്തിലും വസിക്കണമേ. ദുഷ്ടാരൂപിയിൽ നിന്നും അപകടത്തിൽ സംരക്ഷിക്കണമേ. കർത്താവായ യേശുവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്കുകൾ നന്ദി പറയുകയും ചെയ്യുന്നു. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹാലലിയ 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 ഹാലലിയ. സ്തുതിക്കും 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 സ്തുതിക്കും. യേശുവേ യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹാലലിയ സ്തുതിക്കുന്നു. കർത്താവായ ഈശോയെ, ഈ പുതിയ ദിവസം അവിടുന്ന് തന്നല്ലോ. ഇന്ന് ശനിയാഴ്ച ദിവസം സെപ്റ്റംബർ 6-ാം തീയതി ഈ പ്രഭാതം ഈശോയുടെ പാദത്തിൽ സമർപ്പിക്കുമ്പോൾ കർത്താവായ ഈശോ, ഞങ്ങളുടെ തിരുവചന ലോകം മുഴുവൻ എത്തുവാൻ, ഈശോയുടെ തിരുവചനം എല്ലാവരും കേൾക്കുവാൻ, കാണുവാൻ, കർത്താവിൻ്റെ ക്രൂശിത രൂപത്തിൻ്റെ ചുവട്ടിലിരുന്നുകൊണ്ട് ആ തൃപ്പാദത്തിലേക്ക് മനസ്സും ശരീരവും ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവെ അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങയുടെ കാൽപ്പാടുകളെ നോക്കി, അങ്ങയുടെ ക്രൂശിത രൂപത്തെ നോക്കിക്കൊണ്ട് തിരുവചനം ഗ്രഹിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം ലോകം മുഴുവനെത്താൻ ഈശോയുടെ വരവിന് മുമ്പിലായി ഉള്ള ഈ കാലഘട്ടം, പ്രത്യേകിച്ചും 2027 എന്ന ആ വർഷത്തിന് മുമ്പുള്ള 2 വർഷം കർത്താവെ, 2024 അവസാനിക്കാൻ പോവുകയാണ്. ഈ 2024 എന്ന സംഖ്യ അവസാനിക്കുമ്പോൾ 25, 26, 2 വർഷം കൂടെ അല്പസമാധാന ലോകത്തുണ്ടാകും. അത് കഴിഞ്ഞ് കർത്താവ് വെളിപാട് ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്ന ആ വചനം, ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്ത് കളയുവാൻ കർത്താവ് തൻ്റെ ഓരോ മുദ്രകളും പൊട്ടിക്കും. ഓരോ മുദ്ര, 6 മുദ്രയിൽ ഒരു മുദ്ര പൊട്ടിക്കുമ്പോൾ ലോകത്ത് നിന്ന് സമാധാനം എടുത്ത് മാറ്റപ്പെടുമെന്ന് കർത്താവ് എഴുതി വച്ചിരിക്കുന്ന ഈ വചനത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ, സ്വർഗീയ അപ്പ, ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യരുടെ മേലും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. അങ്ങയുടെ വചനപ്രഘോഷണം ലോകമെടുത്താൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. ഹാലലിയ സ്തുതിക്കുന്നു. കർത്താവെ, പ്രഭാതത്തെ ഈശോയുടെ പാദത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ കാലിൻ്റെ ചുവട്ടിലായിരിക്കുവാൻ, അങ്ങയുടെ തൃപ്പാദത്തിൻ്റെ ചുവട്ടിലായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഒരുക്കുകയും ചെയ്യണമേ. ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കർത്താവെ, ഞങ്ങളുടെ മഹത്വം ഞങ്ങളുടെ മേൽ പ്രകാശിക്കാൻ ഇടവരുത്തണമേ. യേശുവെ, മഹത്വപ്പെടുന്ന കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഈ പ്രഭാതത്തിൽ എല്ലാ ദിവസവും പരിപാലിക്കുന്ന സർവശക്തനായ ദൈവം, രോഗികളുടെ മേൽ കർത്താവിൻ്റെ കരം പ്രത്യേകം കടന്നു ചെല്ലാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവെ, രോഗികളുടെ മേൽ അങ്ങയുടെ ആത്മാവിൻ്റെ രോഗശാന്തി അയക്കണമേ ഈശോയെ. വിശ്വാസം നഷ്ടപ്പെട്ട മനുഷ്യരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കണമേ ഈശോയെ. അവരെ വിശുദ്ധിയിലേക്കും വിശ്വാസത്തിലേക്കും തിരികെ നൽകണമേ ഈശോയെ. ഒരു സുപ്രഭാതത്തിൽ വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ, അങ്ങനത്തെ സാഹചര്യം 2027 കാലഘട്ടങ്ങളിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും ഈശോയെ? അന്ന് നമുക്ക് ഓടിച്ചെന്നത് കുമ്പസാരിക്കാൻ സാധിക്കുകയില്ല. അന്ന് സഭയ്ക്ക് വലിയ വിഷമങ്ങളും വേദനകളും ഉണ്ടാകും. ഓടിപ്പുറപ്പെടാൻ വാഹനങ്ങളില്ലാത്ത അവസ്ഥ വരും.
എൻ്റെ ആത്മാവിലുള്ള ദുരാത്മാവിനെ ഞാൻ എങ്ങനെ ബന്ധിക്കും, എങ്ങനെ ബഹിഷ്കരിക്കും? കർത്താവെ, ആ തൃപ്പാദത്തിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മയുടെ നിറയ്ക്കണമേ യേശുവേ. കർത്താവെ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ധൈര്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം മുഴുവനും, ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷമുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ സംഭവങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലിൻ്റെ ചോട്ടിൽ സമർപ്പിക്കുന്ന കർത്താവെ, തിരുസഭയെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കേരള സഭ, ഭാരതസഭ, ആഗോള സഭ, ഞങ്ങളുടെ ഇടവകൾ, ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മകൾ, ഈശോയുടെ തിരുസനിലായിരിക്കുന്ന ഓരോ മക്കളും, ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും കർത്താവിൻ്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങളെങ്ങനെ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ വിശുദ്ധ ബലിക്കായിട്ട് അണയുന്നവർ, ധ്യാനത്തിനായിട്ട് അണയുന്നവർ, ഈശോയെ രോഗാവസ്ഥയിൽ ആശുപത്രികളായിട്ട് കഴിയുന്നവർ, അവരെല്ലാം കർത്താവ് തൊടണമേ ഈശോയെ. ആ ദേവാലയത്തിൽ വരുന്നവരെ കർത്താവെ പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ. ആശുപത്രിയിലായിരിക്കുന്നവർ സൗഖ്യപ്പെടുത്തി പറഞ്ഞ് ഭവനത്തിലേക്ക് അയക്കണമേ. അങ്ങയുടെ ആത്മാവിൻ്റെ നിറവും അനുഗ്രഹവും അവിടുന്ന് പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തുതിക്കുന്നു. യേശുവെ ആരാധന സ്തുതിക്കുന്നു. ആമേൻ. പരിശുദ്ധാത്മാവേ നീഴും നല്ലി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ, അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ, കീഴുമാത്മാവിലാസ വീശുന്ന മോഹന ദിവ്യ ഗാനമേ. പരിശുദ്ധാത്മാവേ നീഴും നല്ലി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ.